ഹായ്, തുമ്പീസ് വ്ലോഗിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും തൃക്കാർത്തിക ആശംസകൾ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും തുമ്പീസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയാമോ? തൃക്കാർത്തിക. അപ്പോൾ ഇന്ന് കാർത്തികയാണ്. അപ്പോൾ കാർത്തിക ദിവസം നമ്മൾ തൻ്റെ പുഴുക്കൊക്കെ പുഴുങ്ങി വെക്കും. പുഴുക്ക് അതായത് കാച്ചിൽ, ചേന, ചീനി. കാച്ചിൽ ഞാൻ വെള്ളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ് ഇതൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് വിളക്കിൻ്റെ മുമ്പിൽ വെക്കും. അതാണ് വലിയൊരു പ്രത്യേകത. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് കത്തിക്കും കേട്ടോ. ഈ നമ്മുടെ ഈ ചട്ടി വിളക്കുണ്ടല്ലോ, ചട്ടിയിൽ വിളക്കിലൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് നമ്മൾ വിളക്ക് കത്തിച്ച് സന്ധ്യയ്ക്ക് വീട് മൊത്തം ദീപം കൊണ്ട് നമ്മൾ അലങ്കരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാർത്തിക ആഘോഷിക്കുന്നത് കേട്ടോ. തൃക്കാർത്തിക ആഘോഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പൊതുവേ ഹിന്ദുസിൻ്റെയൊക്കെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ ഇതൊക്കെ പുഴുങ്ങി മുന്നിൽ വെച്ച് നമ്മൾ പൂജാമുറിയിൽ വിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് അതിനുശേഷം വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെയാണ് നമ്മൾ കാർത്തിക ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത് എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പം കൂട്ടുകാരെ, നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇതെല്ലാം വൃത്തിയാക്കി എടുത്ത് നമുക്കൊന്ന് പുഴുങ്ങാൻ വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കി പണികളൊക്കെ നോക്കാം. ആദ്യം ഞാനിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി എടുത്ത് നമുക്ക് പുഴുങ്ങാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം വൃത്തിയാക്കി എടുത്ത് ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകുന്നതിന് മുമ്പ് നമുക്കിത് കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. ഇച്ചിരി അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിത് കഴുകേണ്ടത് കേട്ടോ. മതി അപ്പം നമ്മളിത് കഴുകിയെടുക്കണം കേട്ടോ. നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. കാരണം ഇത് ചെളിയും മണ്ണും അഴുക്കൊക്കെ കാണും. മണ്ണിൻ്റെ അടിയിലുള്ളതല്ലേ കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, ചേന എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ കഴുകിയെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് പുഴുങ്ങാൻ വെക്കും. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഉപ്പിടാറില്ല കേട്ടോ. നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ വെക്കുന്ന അതുകൊണ്ട് നമ്മൾ ഉപ്പിടാറില്ല. ഈ സാധനങ്ങൾക്കൊന്നും ഇന്ന് ഉപ്പിടാറില്ല. ഞാനിവിടെ കഴിയുന്ന സമയം കൊണ്ട് പൊന്നും മണിയനും അവിടെ നിന്ന് കൂവുന്ന ശബ്ദം നിങ്ങൾ കേട്ടാ വിളിക്കുന്നുണ്ട്. പേരൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. കേൾക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. നല്ല കൂവൽ മാത്രമാണ് ഇതിനകത്ത് കേൾക്കുന്നത് മൊത്തം. പിന്നെന്താ, നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കാച്ചിൽ വേറെ അരിഞ്ഞ് കഴുകി വെച്ചിരുന്നായിരുന്നു കേട്ടോ. അത് വേറെ നമ്മൾ കഴുകി വെള്ളത്തിനകത്ത് ഇട്ടിരുന്നു കേട്ടോ. അതും കൂടെ ഇതിനകത്ത് നല്ലോണം കഴുകി നമുക്ക് ഇടാം. നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇത് വേവിക്കാൻ വെക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ ഇവിടെ വേവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെന്തോന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതങ്ങ് ഉടഞ്ഞു പോകും വെള്ളത്തിൽ. നമ്മൾ ചട്ടിയൊക്കെ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഞാനല്ല കഴുകിയത്, അമ്മയാണ് കഴുകിയത് കേട്ടോ. അമ്മ ഇവിടെ കഴുകുക. അമ്മയുടെ ചട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി കമത്തി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് നമ്മൾ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കൊളുത്തുന്നത്.
കൂട്ടുകാർ നമുക്ക് കുറച്ച് സാമി കഞ്ഞി കിട്ടി കേട്ടോ. അപ്പോൾ കഞ്ഞിയും കറിയും കൂടെ ഞാൻ ഒരുമിച്ചങ്ങ് ഒഴിച്ച്. അപ്പോൾ നമുക്ക് കൊള്ളാവും നോക്കും കേട്ടോ. നല്ല സൂപ്പർ കഞ്ഞിയാന്ന് തോന്നുന്നു. നോക്കട്ടെ. കൊള്ളാം. തുമ്പിക്ക് വേണോ? ഞാൻ നമ്മളെ വിളിച്ചിരിക്കുന്നോട് തുമ്പിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. ഞാൻ തുമ്പിക്കൂടെ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഇപ്രാവശ്യം സാമിക്കഞ്ഞിയാ കിട്ടിയോ? ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ കിട്ടി കേട്ടോ. നിങ്ങൾക്കൊക്കെ കിട്ടിയായിരുന്നോ? ഞങ്ങളിവിടെ അടുത്ത അമ്പലം ഉണ്ടായതുകൊണ്ട് എപ്പോഴും കഞ്ഞിയും കറിയൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തുമ്പിക്കൂടെ കൊടുക്കട്ടെ. തുമ്പിക്ക് കൊടുത്തു. അപ്പം ബാക്കി ഞാൻ കുടിക്കാം. തുമ്പി നേരത്തെ കുടിച്ചതാണ്. ഇനി തുമ്പി കുടിക്കണ്ട, ഞാൻ കുടിച്ചു. അപ്പം നമ്മുടെ കിഴങ്ങും കാച്ചിലും ചേനയും ചേമ്പും എല്ലാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എടുത്ത് വിളക്കിൻ്റെ മുമ്പിലൊക്കെ വെക്കാം കേട്ടോ. വിളക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് ഉപ്പൊഴിക്കാം. നമുക്ക് എടുക്കണ്ടേ. അപ്പോൾ നേരെ സന്ധ്യയായി. അങ്ങനെ നമ്മുടെ വിളക്ക് കത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താണ്ട് എണ്ണയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ചട്ടിയിലൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് കത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ വിളക്ക് കത്തിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ തൃക്കാർത്തികയുടെ ഫൈനൽ ലുക്ക്. വിളക്കൊക്കെ കൊളുത്തി വെച്ച് പൂജാമുറിയൊക്കെ ഒരുക്കി നമ്മളെല്ലാം ഹാപ്പി ആയിട്ട് തൃക്കാർത്തിക ആഘോഷിച്ചു. അപ്പോൾ കുറച്ച് റീൽസും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷോർട്സൊക്കെ കയറി കാണണം കേട്ടോ. നമ്മുടെ 2 ഡാൻസും ഇട്ടിട്ടുണ്ട് ഷോർട്സിനകത്ത്. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മൾ പുഴുക്ക് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ചമ്മന്തി ഇവിടെ അരയ്ക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളിയും മുളക് പൊടിയും ഉപ്പും പുളിയും കൂടെ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് ചതച്ച് എടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. അപ്പം നമ്മുടെ വിളക്കൊക്കെ അണച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നത്. വിളക്ക് അണച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പം നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണ്ടേ എങ്ങനെ ഉണ്ടെന്ന്.
അപ്പോൾ നമ്മൾ കുറച്ച് ചമ്മന്തിക്കകത്ത് മുക്കി കൊള്ളാമെന്ന് നോക്കാമേ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.